ശശികലയെയും നടരാജനെയും തമിഴ്നാടിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയത് മണ്ണാർഗുഡി മാഫിയയാണ്. അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ ആളും സന്നാഹങ്ങളുമൊക്കെ ഒരുക്കി ശശികലയ്ക്ക് ചുറ്റും അണിനിരന്നത് കുപ്രസിദ്ധി കുറ്റവാളികൾ ഉൾക്കൊള്ളുന്ന മണ്ണാർഗുഡി മാഫിയയാണ്. ശശികലയുടെ പതനത്തോടെ മണ്ണാർഗുഡി മാഫിയയുടെ വേരറുക്കപ്പെടുമെന്നാണ് സൂചന. ജയലളിതയുടെ അധികാര രാഷ്ട്രീയത്തിന്റെ മറവിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കർഷക കുടുംബം. പ്രധാന ബുദ്ധികേന്ദ്രം ശശികലയുടെ ഭർത്താവ് നടരാജൻ. മണ്ണാർഗുഡിക്കാരി ശശികല ജയലളിതയുടെ നിഴലിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ മണ്ണാർഗുഡി മാഫിയയും തിരശ്ശീലയ്ക്ക് മുന്നിലേക്കെത്തുകയാണ്. എംജിആറിന്റെ മരണശേഷം ജാനകി രാമചന്ദ്രന്റെ അനുയായികളിൽ നിന്ന് ജയലളിത മണ്ണാർഗുഡി കുടുംബത്തിന്റെ കൈക്കരുത്തിൽ അഭയം തേടിയെന്നാണ് പഴങ്കഥ. 1991-ൽ ജയലളിത മുഖ്യമന്ത്രിയായപ്പോൾ ശശികലയും ബന്ധുക്കളും പോയസ് ഗാർഡനിലെ ആശ്രിതരായി കുടിയേറി. പിന്നീട് മന്ത്രിമാരുടെ അധികാരപരിധിയിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും സ്വാധീനം ചെലുത്തി വളർന്ന ശശികലയും ബന്ധുക്കളും അണ്ണാഡിഎംകെയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ കൈകടത്തി. 3 പതിറ്റാണ്ടുകൊണ്ടാണ് മണ്ണാർഗുഡിയിലെ കർഷക കുടുംബം ശതകോടി ആസ്തിയിലേക്കെത്തിയത്. ജയയുടെ രാഷ്ട്രീയ ജീവിതത്തിന് കളങ്കം ചാർത്തിയ അഴിമതികളിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും മണ്ണാർഗുഡി മാഫിയയുടെ പങ്ക് ചെറുതല്ല. ഇതോടെ ജയയുടെ ബദ്ധവൈരിയായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ശശികല കുടുംബത്തെ മണ്ണാർഗുഡി മാഫിയയെന്ന് വിശേഷിപ്പിച്ചത്. ജയയുടെ ദത്തുപുത്രനും ശശികലയുടെ സഹോദരപുത്രനുമായ സുധാകരൻ, അണ്ണാഡിഎംകെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ടി.ടി.വി. ദിനകരൻ, വി. ഭാസ്കരൻ തുടങ്ങിയ മൂവർ സംഘമാണ് ഇന്ന് മണ്ണാർഗുഡി മാഫിയയിലെ പ്രബലർ. ശശികലയുടെ സഹോദരൻ ദിവാകരൻ മണ്ണാർഗുഡി മാഫിയയിലെ ബോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനിടെ ദേശീയ രാഷ്ട്രീയത്തിലെ കൊമ്പന്മാരെ പോലും വരുതിയിലാക്കി കഴിഞ്ഞു മണ്ണാർഗുഡി മാഫിയ. അധികാരമോഹവുമായി പോയസ് ഗാർഡനിൽ കുടിയേറിയ മണ്ണാർഗുഡി സംഘത്തിന് ജയലളിതയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ശശികലയെ മുൻനിർത്തി തമിഴക രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയ്ക്ക് തുടക്കമിടാൻ തന്ത്രങ്ങൾ മെനയുകയാണ് മണ്ണാർഗുഡി മാഫിയ. ന്യൂസ് ഡെസ്ക്.